ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ആൻഡ് ഫീലിങ്സ് ആണ്. നമുക്ക് ഇന്നിവിടെ കിട്ടിയിട്ടുള്ള കാർഡുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് കാർഡ് എന്ന് വെച്ചാൽ ദ ഹാങ്ഡ് മാൻ എന്നാണ്. ദ ഹാങ്ഡ് മാൻ വന്നപ്പോൾ നമുക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മെൻ്റലി സ്ട്രക്കാണ് എന്നാണ് പറയുന്നത്. എന്തോ സിറ്റുവേഷനിൽ തങ്ങി നിൽക്കുന്നത് പോലെയാണ് നമ്മളോടിവിടെ പറഞ്ഞു തരുന്നത്. ഈ കാർഡ് ഉള്ളിൽ വോക്കവേ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ട് വിട്ടുപോകാനും കഴിയുന്നില്ല. പഴയ ഒരു കാര്യത്തിൽ നിന്ന് ഇമോഷണലി ഡിറ്റാച്ച് ആകാൻ ശ്രമമുണ്ട്, പക്ഷേ അത് പോകാനായിട്ട് പറ്റുന്നില്ല എന്നാണ് നമ്മളോട് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് വന്നിട്ടുള്ള കാർഡ് എന്ന് വെച്ചാൽ 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാർഡാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കാർഡ് നമ്മളോട് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ ജെനുവിൻ ആണ് എന്നാണ് പറയുന്നത്. നിങ്ങളോട് ഈ ഒരാൾക്ക് അട്രാക്ഷൻ ഉണ്ട്. നിങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ബോണ്ടിങ് ആണ്. അത് ഭയങ്കരമായിട്ട് ആൾ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് സോൾ ലെവൽ കണക്ഷൻ പോലെയാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഒന്നുകിൽ നിങ്ങൾ ആ ഒരു പേഴ്സണും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം പോലത്തെയുള്ള കണക്ഷനൊക്കെ ആവാനാണ് ചാൻസ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഒരു സോൾ ലെവൽ കണക്ഷൻ പോലെയാണ് കാണുന്നതെന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. പിന്നെ അടുത്ത കാർഡ് എന്ന് വെച്ചാൽ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞ ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെ ഒരു കെയറിങ്, ഇമോഷണൽ, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. പിന്നെ അയാൾക്കൊരു സേഫ് സ്പേസ് പോലെയാണ് അയാൾ നിങ്ങളെ കാണുന്നത്. അയാൾക്ക് ഒരു സേഫായിട്ടുള്ള ഒരു സ്പേസാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ, നിങ്ങളുമായിട്ട് ഇരിക്കുമ്പോൾ അയാൾക്കൊരു സേഫായിട്ടുള്ളൊരു സ്പേസ് പോലെയാണ് അയാൾ നിങ്ങളെ ആ ഒരു ഇതിലാണ് നിങ്ങളെ കാണുന്നത്. പിന്നെ നിങ്ങൾ നന്നായിട്ട് അയാളെ കെയർ ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അയാളുടെ ഇമോഷൻസൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാൻ ഉള്ള ഒരാളായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടൊക്കെ ആ ഒരു വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നുണ്ട് എന്നാണ് ഈ ഒരു കാർഡ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. പിന്നെ നമുക്കിവിടെ വന്നിട്ടുള്ള കാർഡ് 3 ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ നിങ്ങളെ ഇങ്ങനെ ഒരു സേഫ് സ്പേസ് പോലെയൊക്കെ ആൾ കാണുന്നുണ്ട്, പക്ഷേ എങ്കിൽ ആളുടെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയൊക്കെ ഉണ്ട്. അതായത് എന്തിനാണെന്ന് വെച്ചാൽ മുൻപ് പാസ്റ്റിൽ എന്തോ ഒരു വഞ്ചന നിങ്ങളോട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു വേദന നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആൾക്ക് വല്ലാത്ത മടിയുണ്ട്. എന്തിനെന്ന് വെച്ചാൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനോ നിങ്ങളെ കാണാൻ വരാനോ ഒക്കെ ആൾക്ക് വല്ലാത്ത മടിയും തോന്നുന്നുണ്ട്. കാരണം നിങ്ങളെ വഞ്ചിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ. വഞ്ചിച്ചിട്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഈ ഒരു 3 ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞ കാർഡ് നമ്മളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയത് നിങ്ങളെ വഞ്ചിച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റിൽ അയാൾക്കൊരു ഒരു വേദന ഇങ്ങനെ ആളുടെ ഉള്ളിലിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്, ഈ കാർഡ് നമ്മളെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഇപ്പോൾ അയാളുടെ ആ ഒരു പേഴ്സൻ്റെ ഒരു എനർജി എന്താണെന്ന് വെച്ചാൽ ആളിങ്ങനെ മനസ്സിൽ ആൾക്ക് ഫീലാവുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവളോട് അല്ലെങ്കിൽ അവനോട് എനിക്ക് വല്ലാത്ത ഫീലുണ്ട്, പക്ഷേ എനിക്ക് വേദനയാകുമോ എന്നൊരു ഭയമാണ് ആളുടെ ഉള്ളിൽ. കാരണം നിങ്ങളെ ചിലപ്പോൾ കോണ്ടാക്റ്റ് ചെയ്താലോ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലോ ആളുടെ ഉള്ളിൽ പഴയ എന്തെങ്കിലും ഒരു വേദന നിങ്ങൾ കൊടുക്കുമോ എന്നുള്ളൊരു ഭയം ആൾക്ക് ഉള്ളിലുണ്ട്. പക്ഷേ നിങ്ങളോട് ഭയങ്കര ഒരു ഫീലിങ്സ് ആളുടെ ഉള്ളിൽ ഉണ്ട് താനും. പിന്നെ എന്താണെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷനാണ്. പക്ഷേ ക്ലാരിറ്റി വരാൻ ഈ ഒരു വ്യക്തിക്ക് സമയം വേണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ വേറൊന്ന്, നിങ്ങൾ
പുഷ് ചെയ്താൽ ഇത് റിവേഴ്സായിട്ട് ആകാൻ ചാൻസും ഉണ്ട്. അതായത് ഈ സമയം വേണം എന്ന് പറയും, നിങ്ങളൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ആൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനോ നിങ്ങളെ കാണാൻ വരാനോ ഉള്ള ചാൻസ് ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇതൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയും ഫീലിങ്സും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേഴ്സൺ വേഗം തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു 111 എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയം മുതൽ ഇത് നിങ്ങൾക്ക് വാലിഡായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഞാൻ ഈ റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരേപോലെ റെസനേറ്റ് ആവണം എന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ഉൾക്കൊള്ളാൻ പാടുള്ളൂ, അല്ലാത്തത് വിട്ട് കളഞ്ഞേക്കുക. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.